നമുക്കിന്ന് ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ശ്രദ്ധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് sin x minus sin y by cos x plus cos y equal to tan x minus y by 2. ഇവിടെ LHS ആയ sin x minus sin y divided by cos x plus cos y. So this is equal to, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, sin c minus sin d എന്താണ്? 2 cos c plus d by 2 sin c minus d by 2. അതേപോലെ ഡിനോമിനേറ്ററിൽ cos x plus cos y. So this is of the form cos c plus cos d. എന്താണ് ഫോർമുല? is equal to 2 cos c plus d by 2 cos c minus d by 2. ഈ ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? sin c minus sin d 2 cos c plus d by 2 sin c minus d by 2. സോ sin x minus sin y അല്ലേ? c യുടെ സ്ഥാനത്ത് x ഉം d യുടെ സ്ഥാനത്ത് y ഉം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 2 cos x plus y by 2 sin x minus y by 2 the whole divided by denominator നോക്കി cos c plus cos d. എന്താണ്? 2 cos c plus d by 2 cos c minus d by 2. അപ്പോൾ cos x plus cos y എങ്ങനെ എഴുതാം? 2 cos x plus y by 2 cos x minus y by 2. ജസ്റ്റ് ആ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ നമുക്കറിയാം. 2 ക്യാൻസൽ ആയി. അതുപോലെ ഇത് നോക്കി 2 cos x plus y by 2 cos x plus y by 2. ഈ ടേം ക്യാൻസൽ ആയി. ബാക്കി നിൽക്കുന്നത് sin x minus y by 2 by cos x minus y by 2. നിങ്ങൾക്കറിയാം sin x by cos x tan x. sin x minus y by 2 by cos x minus y by 2 നെ എന്തെന്ന് എഴുതാം? tan x minus y by 2. That's equal to RHS. അല്ലോ, അപ്പോൾ ഇതേപോലത്തെ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. പ്രൂവ് ദാറ്റ് sin x plus sin 3x divided by cos x plus cos 3x is equal to tan 2x. അല്ലേ? ഇവിടെ നമുക്ക് LHS എടുക്കാം. എന്താണ് LHS? LHS is equal to sin x plus sin 3x the whole divided by cos x plus cos 3x. അല്ലേ? അപ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ ഏത് ഫോമിലാണ്? sin c plus sin d എന്നും ഡിനോമിനേറ്റർ എന്താണ്? cos c plus cos d എന്നും. നമുക്ക് നമുക്കറിയാം എന്താണ് sin c plus sin d എന്താണ്? 2 sin c plus d by 2 cos c minus d by 2. അതുപോലെ cos c plus cos d എന്താണ്? 2 cos c plus d by 2 cos c minus d by 2. ഈ ഫോർമുലയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എക്സും ഇത് 3x. അപ്പോൾ നമ്മൾ കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ sin 3x plus sin x എന്ന് റീറൈറ്റ് ചെയ്യാം. അതുപോലെ ഡിനോമിനേറ്ററിനെ വലിയ ആംഗിൾ ആദ്യം എഴുതി cos 3x plus cos x എന്നിട്ടാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് sin c plus sin എന്താണ്? 2 sin c plus d by 3x plus x by 2 cos c minus d by 2 3x minus x by 2 the whole divided by cos c plus cos d. രണ്ടും കോസിലാണ്. 2 cos 3x plus x by 2 cos 3x minus x by 2. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല 2 ക്യാൻസൽ ആയി. ഇത് cos 3x minus x cos 2x by 2 എത്ര? cos x. ഇവിടെ അതുപോലെ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഫോർമാറ്റ് നോക്കി cos 3x minus x by 2 cos 3x minus x by 2. ഇത് ക്യാൻസൽ ആയി. അല്ലേ? ബാക്കി റിമൈനിങ് എന്താണ്? sin 3x plus x 4x 4x by 2 എത്ര? sin 2x the whole divided by cos എന്താണ്? 3x plus x 4x by 2 എത്രയാണ്? 2x. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? sin 2x by cos 2x എന്താണ്? tan 2x.
That is our RHS. ക്ലിയർ ആയാലും അപ്പോൾ ഈ ജസ്റ്റ് ഈ 4 ഫോമുലകളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ 2 ചെയ്യും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് sin 5x minus 2 sin 3x plus sin x the whole divided by cos 5x minus cos x equal to tan x എന്നാണ് നമുക്ക് തെളിയിക്കുക അല്ലേ. നമ്മളിവിടെ ശ്രദ്ധിച്ച് നമ്മുടെ LHS എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് sin 5x minus 2 sin 3x plus sin x the whole divided by cos 5x minus cos x. അപ്പോൾ തൊട്ടുമ്പോഴത്തെ പ്രോബ്ലത്തെ അപേക്ഷിച്ച് ഇവിടെ ന്യൂമറേറ്ററിൽ 3 ടേം ഡിനോമിനേറ്ററിൽ 2 ടേം. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. നിങ്ങൾ sin 5x ഈ ടേം ആദ്യം എഴുതുക പ്ലസ് sin x ഇനി എന്ത് എഴുതുക 2 sin 3x the whole divided by cos 5x minus cos x. ഇനി നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഓഫ് ദി ഫോം sin c plus sin d. ദിസ് ഈസ് ഓഫ് ദി ഫോം എന്താണ് cos c minus cos d. എന്താ cos c minus cos d? minus 2 sin c plus d by 2 sin c minus d by 2 അല്ലേ. നമുക്കതൊന്ന് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു sin c plus sin 2 sin c plus d by 2 cos c minus d by 2 minus 2 sin 3x the whole divided by cos c minus cos d minus 2 sin c plus d by 2. So 5x plus x by 2 and sin c minus d by 2 5x minus x by 2. So this is equal to 2 sin 5x plus x 6x by 2 2 sin 3x cos 2x minus 2 sin 3x the whole divided by minus 2 times sin 5x plus x 6x by 2 sin 3x അതുപോലെ sin 4x by 2 sin 2x. ഇപ്പോഴും നമുക്ക് ന്യൂമറേറ്ററിലെല്ലാം 2 sin 3x കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 sin 3x കോമൺ ആയിട്ട് എടുത്താൽ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി നിൽക്കുന്നത് cos 2x minus 1 ആണ് അല്ലേ. ദ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ minus 2 sin 3x sin 2x ആണ്. അപ്പോൾ 2 sin 3x ക്യാൻസൽ ആയി ബാക്കി നിൽക്കുന്നത് മൈനസ് മേലോട്ട് അപ്ലൈ ചെയ്താൽ 1 minus cos 2x divided by sin 2x. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം 1 minus cos 2x എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്താണ് 2 sin square x. അതേപോലെ നിങ്ങൾക്കറിയാം 1 plus cos 2x എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 2 cos square x. അപ്പോൾ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് 2 sin square x the whole divided by sin 2x നെ നിങ്ങൾക്കറിയാം sin 2x can be written as 2 sin x cos x. അല്ലേ ആ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ 2 2 ക്യാൻസൽ ആയി ഒരു sin x ഉം sin x ക്യാൻസൽ. അപ്പോൾ ബാക്കി നിൽക്കുന്നത് sin x by cos x. എന്താണത് tan x. That is our answer. That is the RHS. ക്ലിയർ ആയാലും നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ഷോ ദാറ്റ് tan 3x tan 2x tan x equal to tan 3x minus tan 2x minus tan x. അതായത് ലെഫ്റ്റ് സൈഡിലെല്ലാം tan 3x-ന്റെയും tan 2x-ന്റെയും tan x-ന്റെയും പ്രൊഡക്റ്റ് ആണ്. റൈറ്റ് സൈഡിൽ വന്നപ്പോൾ അത് ഡിഫറൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. നമുക്ക് എന്തായാലും ഇത് ചെയ്യുന്ന ശ്രദ്ധിക്കുക. tan 3x നമ്മൾ എഴുതാൻ ശ്രമിക്കും. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കറിയാം 3x-നെ 2x-ഉമായിട്ടും x-ഉമായിട്ടും കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. tan 3x-നെ നമുക്ക് 2x-ന്റെയും x-ന്റെയും ടേംസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം 2x plus x എന്നിട്ട് എന്താ അങ്ങനെ എഴുതാൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വന്നതിനകത്ത് 2x-ഉം 3x-ഉം x-ഉം തമ്മിലുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മൾ tan 3x-നെ എങ്ങനെ എഴുതി tan 2x plus x. അപ്പോൾ ഇത് ഏത് ഫോമിലായി tan a plus b അല്ലേ. എന്താ tan a plus b? നിങ്ങൾക്കറിയാം tan a plus tan b
ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. നമുക്കിത് എങ്ങനെ എഴുതാം? ടാൻ 2x പ്ലസ് ടാൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 2x ടാൻ എക്സ്. ക്ലിയർ ആയല്ലോ? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടാൻ 3x ആണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോ വി വിൽ ഗെറ്റ് ടാൻ 3x ഇൻറ്റു 1 മൈനസ് ടാൻ 2x ടാൻ എക്സ് ഈക്വൽസ് ടാൻ 2x പ്ലസ് ടാൻ എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സോ എന്ത് കിട്ടും? ടാൻ 3x മൈനസ് ടാൻ 3x tan 2x tan x equals tan 2x plus tan x. ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ രണ്ട് ടേം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് സോ tan 3x മൈനസ് tan 2x മൈനസ് tan x റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോൾ മൈനസ് ഈക്വൽ ടു ഈ മൈനസ് ടേം അപ്പുറത്തോട്ട് കൊണ്ടുപോയി tan 3x tan 2x tan x. സോ നമ്മുടെ ആൻസർ ആയി tan 3x tan 2x tan x is equal to tan 3x minus tan 2x minus tan x. അപ്പോൾ അത് ചെയ്തേക്കുന്ന രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് tan 3x-നെ tan 2x plus x എന്ന് എഴുതുന്നു. പിന്നെ ഏത് ഫോർമുല അപ്ലൈ ചെയ്യുന്നു? tan a plus b എന്നുള്ള ഫോർമുല അപ്ലൈ. ക്ലിയർ ആയോ?